ഇത് പച്ച തക്കാളിയാണ്, അതിൻ്റെ കൂടെ പച്ചമുളക് കൂടിയുണ്ട്. ഇത് സവാള, ഉരുളക്കിഴങ്ങ്, പച്ച വെണ്ടയ്ക്ക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന എങ്ങനെ, ആദ്യം കടുക് വറക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുകിടുന്നു, വറ്റൽമുളക് മുറിക്കരുത്, മുഴുവനായിട്ടിടണം, കറിവേപ്പില ഇടണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വേവ് കൂടുതലുള്ളത് അത് ഉരുളക്കിഴങ്ങും വെണ്ടയ്ക്കയും ആദ്യം ഇടുന്നു. അത് കഴിഞ്ഞ് പച്ച തക്കാളി, സവാള ഇടുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള റെസിപ്പി ചേർക്കുക. ഇതിൽ മെയിൻ മല്ലിപ്പൊടിയാണ്. നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് മുളക് പൊടി കുറച്ച് മതി. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടണം, ഒരു പിഞ്ച് ഉലുവാപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടിയും എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും. അത് ഇങ്ങനെ തിളച്ച് കുമള പൊട്ടുമ്പോൾ നമ്മൾ അവസാനം നോക്കും, വെളിച്ചെണ്ണ ഇടണം. അപ്പോൾ ഒടുവിൽ നമ്മൾ അത് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കറിവേപ്പിലയുടെ ഇതള്, അതായത് അത് ഇലകളാക്കരുത്, മുഴുവനായിട്ട് ഇതളായിട്ടിടണം. എന്നിട്ട് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു, ഒന്നിളക്കുന്നു, വാങ്ങുന്നു, കഴിക്കുന്നു.